ഇതാ ഞാൻ ഈ സമയത്ത് തന്നെ വീഡിയോയുമായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വിഷയം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേക്കുറിച്ചിട്ട് 2 വാക്ക് പറയാമെന്ന് കരുതി. നിങ്ങൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് കരുതി. സംഭവം മറ്റൊന്നും അല്ല, നമ്മുടെ ഫാദർ നോബിൾ ഫിലിപ്പിന്റെ പരാതിയെ തുടർന്ന് യൂട്യൂബർ ആയിട്ടുള്ള സന്ദീപ് ഇടപ്പാളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്തയാണ് ഇവിടെ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സന്ദീപ് ഇടപ്പാൾ പുള്ളിക്കാരന്റെ ചാനലിൽ കൂടി വന്നിരുന്നിട്ട് ഒരു സ്റ്റോറി പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സ്റ്റോറി പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി ആ ഒരു പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിലെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ഈ ഒരു സ്റ്റോറിയിൽ ജീവിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ മരിച്ചുപോയവരോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്കിനി ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും സാമ്യം തോന്നുകയാണെങ്കിൽ അത് വെറും സ്വാഭാവികം മാത്രമാണ്. അതിന്റെ പേരിൽ എനിക്കോ എൻ്റെ ചാനലിനോ യാതൊരു തരത്തിലുള്ള ബാധ്യതയുമില്ല. ഇത് എൻ്റെ മാത്രം സ്റ്റോറിയാണ്. ഇത് ഞാനൊരു സിനിമയോ സീരിയലോ ആക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ അങ്ങനെ ഒരു കഥ എഴുതാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നും വന്നിട്ട് അദ്ദേഹത്തിന്റെ കഥയുടെ 5ാം ഭാഗമാണ്. അപ്പോൾ ഈ ഒരു കഥ ഈ ഒരു 5 ഭാഗമാകുമ്പോഴേക്കും ക്ലോസ് ചെയ്യേണ്ടതാണ്. പുള്ളിക്കാരന് ഒരുപാട് സമ്മർദ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതായത് പുള്ളിയുടെ പേരിൽ ഇവിടെ നമ്മുടെ സുധിയുടെ മക്കൾക്ക് വീട് കൊടുത്തിട്ടുള്ള ഫാദർ നോബിൾ ഫിലിപ്പ് പരാതിപ്പെടുന്നു. അതുപോലെ തന്നെ ശരിക്കും ഫാദറിന്റെ പേര് അയാൾ പറയുന്നില്ല, എന്നാൽ പോലും അയാൾ പറയുന്നത് ഒരു പുരോഹിതൻ എൻ്റെ പേരിൽ പരാതിപ്പെട്ടിട്ടുണ്ട്, മുഖ്യമന്ത്രിക്കും DGPക്കും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും ഒക്കെ പരാതിപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എങ്ങും തന്നെ ഫാദറിന്റെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ കേൾക്കുന്ന ആളുകൾക്ക് അറിയാം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം തന്നെ. അപ്പോൾ ഇദ്ദേഹത്തിന് എതിരെ ആരെങ്കിലും കേസിന് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതിൽ ഒരു വിഷയം വരാതിരിക്കാനാവണം ഒരു പക്ഷേ ഒരു സ്റ്റോറി പറയുന്നത് പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ശരിക്കും ഇതൊരു വിവാദമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. പക്ഷേ ആ ഒരു വിവാദ വിഷയം എന്ന് പറയുമ്പോഴും അദ്ദേഹം ഒരു സ്റ്റോറി പറയുന്നത് പോലെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ അദ്ദേഹം ആരുടെയും ഈ പറയുന്ന ഫാദർ നോബിൾ ഫിലിപ്പിന്റെ പേരൊന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ പറയുന്ന നമ്മുടെ സന്ദീപിന് പറ്റിയ ഒരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ സന്ദീപ് പറയുമായിരിക്കും, ഞാൻ ആരുടെയും പേര് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ഇതെന്റെ സ്വന്തം സ്റ്റോറിയല്ലേ പറഞ്ഞത് എന്ന് അദ്ദേഹം പറയുമായിരിക്കും. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഒരു ചെറിയ മിസ്റ്റേക്ക് ഈ പറയുന്ന സന്ദീപിന് പറ്റിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്റ്റോറി പറയുമ്പോൾ ഈ ഒരു തമ്പനയിലിൽ ഈ പറയുന്ന ഫാദർ നോബിൾ ഫിലിപ്പിന്റെ മുഖം ബ്ലർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മുഖത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ കറുത്ത മഷി കൊണ്ട് മാർക്ക് ചെയ്തിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് അത് കാണുന്ന ഏതൊരു വ്യക്തിക്കും ആ ഒരു മനുഷ്യൻ ഈ പറയുന്ന ഫാദർ ആണെന്ന് എല്ലാവർക്കും കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന സന്ദീപിന് ഒരുപക്ഷെ സ്വന്തം സ്റ്റോറിയാണ് എന്ന് പറഞ്ഞാൽ പോലും ഒരുപക്ഷെ അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഇനി എന്താവും മുന്നോട്ട് എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ജീപ്പിലൊന്നും കയറ്റിയിട്ടൊന്നും അല്ല, സന്ദീപ് പുള്ളിക്കാരൻ്റെ കാറാണെന്ന് തോന്നുന്നു, ഒരു കാറിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സന്ദീപ് പോലീസ് സ്റ്റേഷനകത്ത് വരുന്ന സമയത്ത് ഫാദർ നോബിൾ ഫിലിപ്പ് അവിടെ തന്നെയുണ്ട്. ചാനലുകാരും ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കറിയാം അച്ഛൻ പോകുന്നിടത്തൊക്കെ ചാനലുകാരെങ്കിലും ഒക്കെ കാണുമെന്നറിയാം. അപ്പോൾ എന്തായാലും സന്ദീപ് അവിടെ വരുന്നു. എനിക്ക് സന്ദീപിൻ്റെ ഫേസ് ഒക്കെ കണ്ടിട്ട് വലിയ ടെൻഷനൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ സന്ദീപ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കെതിരെ ആരെങ്കിലും കോടതി വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴി കുരുക്ക് മുറുക്കുകയാണെങ്കിൽ എൻ്റെ
ഭാഗത്ത് ഒരുപാട് തെളിവുകളുണ്ട്, എൻ്റെ കയ്യിൽ ഒരുപാട് രേഖകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വോയിസ് കോളുകളുണ്ട് എന്നൊക്കെ പുള്ളി പറയുന്നുണ്ടായിരുന്നു, സന്ദീപ് പറയുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ ഭാഗം ന്യായീകരിക്കാനും അതുപോലെ തന്നെ ആരാണോ പുള്ളിക്കെതിരെ വരുന്നത് അവർക്കെതിരെ പ്രയോഗിക്കാനും അങ്ങനെ ഒരു പിടിവള്ളി ഉണ്ട് എന്ന് ഈ പറയുന്ന സന്ദീപ് പറയുമായിരുന്നു. ശരിക്കും സന്ദീപിന്റെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അത് സന്ദീപിന് മാത്രമേ അറിയാവൂ. ഇനി ആ ഒരു സ്റ്റോറിയുടെ പിന്നാലെ ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് കരുതിയിട്ട് സന്ദീപ് അതൊക്കെ വെറുതെ പറഞ്ഞതാണെങ്കിൽ ഒരു പക്ഷേ സന്ദീപ് പെടാൻ ചാൻസ് ഉണ്ട്. ഇനി അഥവാ സന്ദീപിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വലിയ വിഷയം വരുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് സത്യത്തിലെ നിയമവശങ്ങളൊന്നും അറിയാത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും സന്ദീപിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം എന്തായാലും പുള്ളിക്കാരനെ പുറത്തു വിടുമെന്ന് തോന്നി. ഇന്നത്തെ ദിവസം എന്തായാലും സന്ദീപിന് പോലീസ് സ്റ്റേഷനിൽ തന്നെ കഴിയേണ്ടി വരും. കാരണം നാളെ രാവിലെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നമുക്ക് ഫാദർ നോബിൾ ഫിലിപ്പ് തന്നെ പറയുന്നത് കേൾക്കാം. ഒരു പ്രതിയാണല്ലോ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അതായത് കുറേ യൂട്യൂബേഴ്സ് വളരെ മോശമായ രീതിയിൽ എന്നെയും എൻ്റെ വ്യക്തിജീവിതത്തെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ഔദ്യോഗിക മിഷണറി ജീവിതത്തെയും മോശമാക്കുന്ന പല യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടു. അതിൽ വേറെ കുറച്ച് ആൾക്കാരുടെ പേരിൽ കൂടെ പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർ പോലീസ് സൈബർ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ അന്വേഷണത്തിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. തുടർന്ന് തീർച്ചയായിട്ടും വേണ്ട മേൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇവിടുത്തെ പോലീസ് മേലധികാരികൾ എന്നോട് അറിയിച്ചിട്ടുണ്ട്. അവർക്കെതിരെ അധികം വൈകാതെ തന്നെ നടപടികൾ ഉണ്ടാകും. അവർ നിരീക്ഷണത്തിലാണ് എന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്കിപ്പോൾ അവരെന്നോട് അറിയിക്കുവാനിടയായത്. ഇവിടെ ഫാദർ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കൂട്ടം യൂട്യൂബേഴ്സ് ഫാദറിനെതിരെ വീഡിയോകൾ ചെയ്ത് അധിക്ഷേപിക്കുന്നു, ഫാദറിനെ അപകീർത്തിപ്പെടുത്തുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നിരന്തരം വീഡിയോ ചെയ്ത് പുള്ളിക്കാരനെ അപമാനിക്കുന്ന ആളുകൾക്കെതിരെ പുള്ളി സൈബർ സെല്ലിൽ പോലീസിൽ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പേര് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ചാനൽസിന്റെ ആളുകളെയൊക്കെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോഴും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത് ശരിയാവാനാണ് ചാൻസ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇടയ്ക്ക് വെച്ച് കുറച്ച് ദിവസം കൊണ്ട് അദ്ദേഹം അത് പറയുന്നുണ്ട്, ഞാൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്, നിയമപരമായിട്ട് നേരിടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിഷയത്തിൽ നമുക്കറിയില്ല, ഇനി നമ്മളെയൊക്കെ പെടുത്തിയിട്ടുണ്ടോ എന്തോ അറിയില്ല. പക്ഷേ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല. കാരണം എൻ്റെ ചാനലിൽ കയറി നോക്കുന്നവർക്കറിയാം, ഞാനങ്ങനെ അധികം ആരെയും മനഃപൂർവ്വം പിന്നാലെ പോയി ടാർഗറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനലിൽ കൂടി വളരെ വ്യക്തവും ശക്തമായ രീതിയിൽ പറയും. പക്ഷേ എന്ന് കരുതി തെറി പോലുള്ള സംഭവങ്ങളൊന്നും ഞാൻ എൻ്റെ ചാനലിൽ കൂടി അധികം ഉപയോഗിക്കാത്ത ഒരു ആളാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പ്രത്യേകം പറയേണ്ട ഒരു കാര്യമുണ്ട്. കുറച്ചധികം ഇതുപോലെയുള്ള ഗോസിപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബിഷപ്പ് നോബിൾ ഫിലിപ്പിൻ്റെ കൂടി ഉത്തരവാദിത്തത്തിൽ പെടുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന ബിഷപ്പിന് കൈ കഴുകാനായിട്ട് പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും തെറ്റുകളുണ്ട് എന്ന് കരുതി അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാനോ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനോ ഉള്ള തെറ്റുകളല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്. സംഭവം വേറൊന്നുമല്ല, വെറുതെ ഗോസിപ്പിനായിട്ട് എപ്പോഴും ഇൻ്റർവ്യൂ കാര്യങ്ങൾ അങ്ങനെ നിന്ന് കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അപഖ്യാതികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകേണ്ട കാരണങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ സന്ദീപ് എടപ്പാളിനെ അറസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി ഒരാളെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടേ അച്ചോ? ഇപ്പോൾ അച്ഛനാണെങ്കിലും ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പ്രേക്ഷകരാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ശരിക്കും ഈ സന്ദീപ് എടപ്പാളിന് എന്താണ് സംഭവിച്ചത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ശരിക്കും ഈ ഒരു സന്ദീപ് എടപ്പാൾ മര്യാദയായിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ അദ്ദേഹം കാര്യങ്ങളൊക്കെ സംസാരിക്കുമെങ്കിലും ഇപ്പോൾ നമ്മുടെ അതുലിനെ പോലെ വലിച്ചു കീറി ഒട്ടിക്കാറൊന്നുമില്ല. അദ്ദേഹത്തിന് പറയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം മാക്സിമം പറയാവുന്ന ഭാഷയിലൊക്കെ പറഞ്ഞു പോകുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ ഒരു പുള്ളിക്കാരൻ റൂഹി ജാൻ എന്ന് പറയുന്ന ആ ഒരു മന്ത്രവാദിനിയെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു മന്ത്രവാദിനിയെ കുറിച്ച് മെൻഷൻ ചെയ്ത് 1-2 വീഡിയോ പുള്ളി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് പുള്ളിക്കാരത്തിയുടെ ഭാഗത്തുനിന്ന് ഒരു വിളി വന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. സംഭവിച്ചതെല്ലാം വേണമെങ്കിൽ അവിചാരിതം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും പിന്നീട് പുള്ളിക്ക് റൂഹി ഒരു എന്തോ വലിയൊരു സംഭവമാണെന്നൊക്കെ പുള്ളിക്ക് അങ്ങ് തോന്നി. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സന്ദീപിന് എന്ത് സംഭവിച്ചു എന്നൊന്നും നമുക്കറിയില്ല. കാരണം നമുക്ക് ഇവരെ ആരെയും പേഴ്സണലായിട്ട് ഒരൊറ്റ മനുഷ്യരെ അറിയത്തില്ല. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ആരുമായിട്ടും സോഷ്യൽ മീഡിയയിലുള്ള ആരുമായിട്ടും ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല. പിന്നീടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല നല്ല കണ്ടന്റ് എടുത്തിട്ട് നല്ല മാന്യമായ ഭാഷയിലൊക്കെ ആരെങ്കിലും ഒക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ ചെന്നിട്ട് കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് കമൻ്റ് ഇടും. എന്നല്ലാതെ മറ്റാരുമായിട്ടും യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളൊന്നും എനിക്കില്ല. അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ്.
അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റൂഹിജാനാണ് ഈ പറയുന്ന സന്ദീപിനുള്ള ഇപ്പൊ ഉണ്ടായ ഈ ഒരു പുലിവാലിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മളൊരു വീഡിയോയിൽ കണ്ടേണ് ഈ പറയുന്ന സന്ദീപിന് ഓരോ കാര്യങ്ങളും വിളിച്ച് ചെവിയിൽ ഓതി കൊടുക്കുന്നത് ആരാണ്? ഈ പറയുന്ന റൂഹിജാൻ എന്ന് പറയുന്ന സ്ത്രീ തന്നെയാണ്. ആ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ കാനഡയിലാണ് ഉള്ളത്. ആ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ നേരത്തെ റിഫയുടെ ആ ഒരു മരണം ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കേസ് കാര്യങ്ങൾ പുക്കാറ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഗോൾഡ് സ്മഗ്ലിംഗ് കേസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നാളായിട്ട് സെലിബ്രിറ്റികളുടെ പിന്നാലെ ആയിരുന്നു. സെലിബ്രിറ്റികൾ എല്ലാം കണക്കാണ്, നമുക്കറിയാം, നമ്മൾ അവരുടെയൊക്കെ ഓരോരോ ലീലാവിലാസങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ ആ ഒരു സെലിബ്രിറ്റികളുടെ കാര്യം മാത്രമല്ല, പിന്നീട് വന്നിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഫാദർ നോബിൾ ഫിലിപ്പ് ഏറ്റവും അധികം ബുദ്ധിമുട്ടേണ്ടി വരും. ഈ കിച്ചുവിനെ പറഞ്ഞാൽ അല്ലെങ്കിൽ കിച്ചുവിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ രേണുസുതിക്ക് എന്തൊക്കെയോ അറിയാം. രേണുസുതി അത് തുറന്ന് പറയുകയാണെങ്കിൽ രേണുസുതിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് രേണു അത് പറയാതിരിക്കുന്നിടത്തോളം കാലം റിഫയുടെ സോള് വേട്ടയാടും, രേണുവിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പെണ്ണ് വന്നിരുന്ന് പറയുമായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാൻസർ പോലുള്ള ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാകാറുണ്ട് പലർക്കും. എൻ്റെ അറിവിൽ തന്നെ പലരും ഉണ്ട്, രോഗം ഭേദമായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ രേണുസുതിക്കും ഭേദമാകട്ടെ, നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ചെറിയൊരു പെണ്ണല്ലേ, ഓരെങ്കിലും ഒരു ചെറിയ കുട്ടിയുണ്ട്, അപ്പോൾ അവർ പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിക്കാം, നമുക്ക് അത് തന്നെ ആഗ്രഹിക്കാം. അപ്പോൾ എന്നാൽ പോലും സ്റ്റേജ് 3 കഴിഞ്ഞ ഒരു വ്യക്തിയാണ് രേണുസുതി. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തോ ഒരു സത്യം അവർക്ക് അറിയാം, അത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ അവർ ഒരുപാട് കഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഈ പറയുന്ന റൂഹിജാൻ പറയുന്നത് കേട്ട് വീഡിയോകളൊക്കെ ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത സന്ദീപ് എടപ്പാളാണ് ദേ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുന്നത്. ശരിക്കും ഇവിടെ ഫാദർ നോബിൾ ഫിലിപ്പിന്റെ അച്ഛൻ പട്ടം വരെ പോകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞത് ഈ പറയുന്ന റൂഹിജാൻ തന്നെയായിരുന്നു. അവരുടെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. എന്നിട്ട് അവളവിടെ കാനഡയിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റുകാരി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റൂഹിജാൻ തന്നെയാണ്. എനിക്ക് ഈ റൂഹിജാനെ നേരിട്ട് അറിയില്ല. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരത്തി പറയുന്നതെന്ന് പറഞ്ഞാൽ സോളുമായിട്ട് എന്തൊക്കെയോ തേങ്ങാക്കൊല ഉണ്ടെന്നാണ് പറയുന്നത്. ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷേ ഒരു സോള് വന്നിട്ട് ആ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് പുള്ളിക്കാരത്തിയുടെ ആ ഒരു ശരീരം നഷ്ടപ്പെട്ടത് ആര് കാരണമാണോ ആ ഒരു വ്യക്തികളെ തേടിപ്പിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഇതൊരു സിനിമയായിരുന്നു എങ്കിൽ ഒരു പക്ഷേ വിജയിച്ചേനെ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും വേണ്ടത് ഈ പറയുന്ന റൂഹിജാൻ എന്ന് പറയുന്ന പുള്ളിക്കാരത്തേക്ക് നല്ല ചികിത്സ കൊടുക്കുകയാണ് വേണ്ടത്. അത് അല്ലാതെ ഇങ്ങനെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ ചില ആളുകളൊക്കെ അന്ധവിശ്വാസങ്ങളെ ഒരുപാട് മുറുകെ പിടിക്കും. പെട്ടെന്ന് ചിലരുടെ ഉള്ളിലേക്കൊക്കെ അന്ധവിശ്വാസങ്ങൾ കയറി കൂടും. ശരിക്കും നമ്മുടെ ഷെഫീന ബീവി എന്ന് പറയുന്ന സഹോദരി കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, മഞ്ജു പിള്ളയുടെ മകളെ തൊട്ട് പുള്ളിക്കാരത്തി നല്ല വൃത്തിക്ക് ഏറി പോയിരിക്കുകയാണ്. ഇപ്പോഴും എയറിൽ നിന്ന് ഇറങ്ങാനായിട്ട് പുള്ളിക്കാരത്തിക്ക് പറ്റിയിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും വാസ്തവം. പക്ഷേ ഈ പറയുന്ന ഷെഫീന ബീവിക്ക് എന്തൊക്കെയോ തെളിവുകൾ ഈ ഒരു പെണ്ണ് അയച്ചു കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഷെഫീന ബീവി പോലീസിൽ പറഞ്ഞില്ലെന്നോ ആരുടെടുത്തൊക്കെയോ പറഞ്ഞില്ലെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന റൂഹിജാൻ എന്ന് പറയുന്നോള് വന്നിട്ട് അവളുടെ ചാനലിൽ വന്നിട്ട് കിടന്ന് സംസാരിക്കുന്നത് കേട്ടു. തെളിവുകൾ ഞാൻ തന്നത് സൂക്ഷിച്ച് വെക്കാനല്ല, ഷെഫീന അത് അറിയിക്കേണ്ടവരെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ റൂഹിജാൻ വന്ന് കിടന്ന് സംസാരിക്കുന്നത് കണ്ടു. ശരിക്കും ഭാഗ്യത്തിന് ഷെഫീന ഇത്ത അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതിനെതിരെ ആ ഒരു എന്തൊക്കെയോ ഇവർ കൊടുത്ത തെളിവും കൊണ്ട് ഷെഫീന ഇത്ത എങ്ങും പോയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തെളിവുകളൊക്കെ ഒരുപാട് കയ്യിൽ ഇരിക്കുന്നെങ്കിൽ നേരിട്ട് അങ്ങോട്ട് ആയിക്കൂടെ റൂഹിജാനെ? നീ എന്തിനാണ് മറ്റുള്ളവരെ ദ്രോഹിക്കാനായിട്ടിരിക്കുന്നത്? അവരൊക്കെ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊയ്ക്കോട്ടെ. നിന്റെ കയ്യിൽ ഒരുപാട് തെളിവുകൾ ഉണ്ടെങ്കിൽ നിനക്ക് എന്തുകൊണ്ടത് നേരിട്ട് ഹാജരാക്കി കൂടെ? നിനക്ക് എന്താ നിയമത്തെയൊക്കെ പേടിയാണോ? നിയമത്തെ പേടിയാണോ? എന്തിനാണ് വെറുതെ ആളുകളെ ഇളക്കി വിടുന്നത്? ഇപ്പോൾ ഈ ഒരു സന്ദീപിന് ഇങ്ങനെ ഒരു ദുർവിധി വന്നതിന്റെ കാരണം റൂഹിജാൻ തന്നെയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഏതോ ഒരു മൂലയ്ക്ക് പോയി ഇരുന്നിട്ട്, കാനഡയിലാണെന്ന് തോന്നുന്നു, അവിടെ എവിടെയോ പോയിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ തേങ്ങ ഇങ്ങനെ ഇരുന്നുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കും. എന്നിട്ട് ഓരോരുത്തരെ തെരഞ്ഞു പിടിച്ചിട്ട് എന്തിനാണ് മറ്റുള്ളവരുടെ ലൈഫ് നശിപ്പിക്കുന്നത്? എനിക്ക് തോന്നുന്നു സന്ദീപ് എടപ്പാള് ഇവള് പറയുന്ന ഇവളുടെ വാക്കും കേട്ടിട്ടാണ് ഈ ഒരു പുള്ളിക്കാരൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചില ആളുകൾ അങ്ങനെയാണ്, പെട്ടെന്ന് നമുക്ക് വിശ്വാസമില്ല എന്നൊക്കെ പറയും, പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മൾ അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ടു പോകും. ചില ആളുകൾ അങ്ങനെ തന്നെയാണ്. ഒരു പക്ഷെ അങ്ങനെ ഇവള് ഇട്ടുകൊടുത്തതായിരിക്കണം ഈ ഒരു പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ ഒരു പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തെളിവുകൾ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഇതെന്റെ സ്വയം കഥ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും സന്ദീപിന് ഒരു പ്രശ്നമില്ലാതെ അദ്ദേഹം എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു ചെറുപ്പക്കാരനല്ലേ. അപ്പം അതുപോലെ തന്നെ ഫാദറിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഫാദറിന്റെ ഭാഗത്തും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കിച്ചുവിന്റെയും രേണുസുതിയുടെയൊക്കെ കേസുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും വിട്ടൊരു കാര്യമാണ്. രേണുവിന് അസുഖം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളത് ഒഴിവാക്കിയതാണ്. ഇനി ആ ഒരു കുട്ടിയെ വലിച്ചു കീറരുത് എന്ന് നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ പോലും പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും എപ്പോഴും ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ആ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഫാദർ തന്നെയാണ്. ഫാദറിന്
കാണുന്നത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ തനിക്കെതിരെ ശബ്ദമുയർത്തുന്നവരുടെ നാവടക്കാൻ വേണ്ടിയിട്ട് കേസ് കൊടുത്ത് ഒതുക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്ന് ഞാൻ പറയത്തുള്ളൂ. അത് ഈ പറയുന്ന സ്റ്റോറി പറഞ്ഞ സന്ദീപ് എടപ്പാളിന് മാത്രമല്ല കേട്ടോ, മറ്റുള്ള പല യൂട്യൂബേഴ്സിനെതിരെയും ഈ അച്ഛൻ കേസ് കൊടുത്തു എന്നൊക്കെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് അച്ഛന്മാരുണ്ട്. ഞാൻ ഹിന്ദുവാണ്, എന്നാൽ പോലും ഞാനൊക്കെ പള്ളിയിലൊക്കെ പോകുന്ന ഒരാളാണ്. അതായത് കൊല്ലത്തോട്ട് തിരുവനന്തപുരത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് പള്ളിയൊക്കെ ഉണ്ട്. പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഉള്ളിലോട്ട് കയറി പോയിട്ടില്ലെങ്കിൽ പോലും പുറത്തു നിന്നെങ്കിലും തൊഴുത് പോകുന്ന ആളുകളാണ് നമ്മൾ തൊഴുവാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്കറിയത്തില്ല ഇവരുടെ പ്രാർത്ഥന എന്നത് ക്രിസ്ത്യൻ പള്ളിയുടെ മുന്നിലായാലും മുസ്ലിം പള്ളിയുടെ മുന്നിലായാലും നമ്മൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒരു ഇദ്ദേഹം ഇട്ടിരിക്കുന്ന ആ ഒരു കുപ്പായത്തിന്, അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ജീസസിന്റെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു രൂപത്തിനൊക്കെ ഒരു പവിത്രതയുണ്ട്. അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടുക എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കാതിരിക്കുകയാണ് നല്ലത്. എന്തിനാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഇന്റർവ്യൂ കൊടുക്കാനും? ഇന്റർവ്യൂ നല്ല കാര്യത്തിനാണെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ അച്ഛൻ ചെയ്യുന്ന ഒരു ചാരിറ്റിയെ കുറിച്ചിട്ട് എത്ര ഇന്റർവ്യൂ വേണമെങ്കിലും കൊടുത്താൽ കുഴപ്പമില്ല. അച്ഛൻ്റെ ആത്മീയ മക്കളെ കുറിച്ചിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ അച്ഛന് പറയാൻ പറ്റും. ഓരോ രോഗവും പിടിച്ച് കഷ്ടപ്പെട്ട് കിടക്കുന്ന, രേണുവിനെ മാത്രമല്ല കേട്ടോ ഉദ്ദേശിച്ച് പറഞ്ഞത്, കഷ്ടപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന എടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടുകയാണെങ്കിൽ അത് കാണാനും അത് ഉൾക്കൊള്ളാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും. അതൊക്കെ കാണാൻ തന്നെ നല്ല ഇതാണ്. പക്ഷേ അച്ഛൻ ചെയ്യുന്നത് എന്താണ്? വെറുതെ ആവശ്യത്തിനും ആവശ്യമില്ലാതെയും കുറേ നാറ്റം വെച്ച ചാനലുകളുടെ കൂട്ടു പിടിച്ചിട്ട് വെറുതെ ചെന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് കൂടുതൽ വിവാദ വിഷയങ്ങളായിട്ട് പിന്നെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നത്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഈ പറയുന്ന രേണുസുധിയുടെ വിഷയം നമ്മൾ എല്ലാവരും ഉപേക്ഷിച്ചതാണ്. പിന്നീട് കിച്ചുവിനെ പറ്റിയിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ പറഞ്ഞിട്ട് ഫാദർ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊന്നും ഒരു ആവശ്യമില്ല. ഒരുപക്ഷെ ആ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പറയുന്ന കിച്ചു എന്തെങ്കിലുമൊക്കെ വളരെ ഒരു പൊറുക്കാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ എത്ര വലിയ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും പശ്ചാത്തപിക്കുന്ന മനസ്സിന് മാപ്പ് കൊടുക്കണം എന്നല്ലേ അച്ചോ പറയുന്നത്. പക്ഷെ ഇപ്പോൾ ആ ഒരു പയ്യൻ പശ്ചാത്തപിച്ചു പോലും ഇല്ല പോലും. ആ ഒരു പയ്യന്റെ ജോലിയും നോക്കി പുള്ളിക്കാരൻ പുതിയ ടീഷർട്ടിന്റെ ബിസിനസ്സൊക്കെ ആയിട്ട് ജീവിച്ച് പോരുകയാണ്. അപ്പോൾ അതിന്റെ ഇടയിലാണ് ഓരോരുത്തർ വീണ്ടും ആ ഒരു പയ്യന്റെ പേര് വലിച്ചിടുന്നത്. തെറ്റ് ചെയ്യാത്തവരാരായിട്ടാണുള്ളത്? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ടല്ലോ, എത്രയോ വലിയ തെറ്റുകളൊക്കെ ചെയ്തിട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ച് കിടക്കുന്ന ആളുകളില്ലേ, അവർ നേരെ ശിക്ഷയൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവരെ അകറ്റി നിർത്തണം എന്നാണോ പറയുന്നത്? അവർ നമ്മൾ ചേർത്ത് പിടിക്കുകയല്ലേ ചെയ്യേണ്ടത്. പക്ഷേ കേസും അതുപോലെ കൊലപാതകം പോലുള്ള വലിയ തെറ്റുകൾ ചെയ്യുന്ന ആളുകളെയും ഒരിക്കലും ചേർത്ത് പിടിക്കണമെന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് ഓരോ വ്യക്തികളും ശ്രദ്ധിക്കുക എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. അല്ലാതെ കൊച്ചു തെറ്റുകളുണ്ടല്ലോ, ഇപ്പോൾ ചെറിയ അടിപിടി കേസുകളായാലും കുഞ്ഞു കേസുകളൊക്കെ ഉണ്ടല്ലോ, പ്രായത്തിന്റെ ചപലതകൾ മൂലം അറിയാതെയൊക്കെ സംഭവിക്കുന്ന തെറ്റുകൾ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ 10-20 രൂപയൊക്കെ ചിലപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ അറിയാതെയൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെയൊക്കെ പേരിലൊക്കെ പോയി ചെയ്യില്ലാവുന്നതൊക്കെ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ പിള്ളേർ സെറ്റൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയാതെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അവരെ എപ്പോഴും നമ്മളിങ്ങനെ അവരെ വലിച്ചു കീറാനായിട്ട് ഇരിക്കരുത്. നിന്നെ കുറിച്ചിട്ട് എനിക്ക് അറിയാം, അങ്ങനെ അറിയാം, ഇങ്ങനെ അറിയാം, ഞാൻ വേണമെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ പറയും എന്നൊക്കെ പറയേണ്ട ഒരു ആവശ്യമില്ല. പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ അച്ഛന് പറ്റുന്ന, എനിക്ക് തോന്നുന്നു അബദ്ധമാണെന്ന് തോന്നുന്നു, പല യൂട്യൂബേഴ്സും ഉണ്ട്. ഇപ്പോൾ അച്ഛൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അതെടുത്ത് വെച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ യൂട്യൂബേഴ്സിൽ തന്നെ പരസ്പരം കണ്ടുകൂടാത്ത ആളുകളുണ്ട്, മനസ്സിലായില്ലേ? യൂട്യൂബേഴ്സിൽ തന്നെ പലർക്കും പലരെയും കണ്ടുകൂടാ. അപ്പം അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവർക്ക് മറ്റേ ആളിനെ അടിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു വടി വേണം. ശരിക്കും പറയുകയാണെങ്കിൽ ചില യൂട്യൂബേഴ്സിനെ അടിക്കാനുള്ള ഒരു വടിയായിട്ട് അച്ഛൻ മാറുന്നുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് ചിലരൊക്കെ ലൈവ് ഇടുന്ന സമയത്ത് അവരുടെ ലൈവിൻ്റെ അടിയിൽ ചെന്നിട്ട് കമൻ്റ് ഇടുക. ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ശരിക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അച്ഛൻ കൂടുതൽ നെഗറ്റീവ് അടിക്കുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. പിന്നീട് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, സന്ദീപ് എടപ്പാളിൻ്റെ ഈ ഒരു പ്രശ്നത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം റൂഹി ജാൻ എന്ന് പറയുന്ന കാണാമറയത്ത് ഒളിച്ചിരിക്കുന്ന ആ ഒരു സർപ്പസുന്ദരി തന്നെയാണ്. അപ്പോൾ അവളുടെ പേരിലും കേസെടുക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചെറുപ്പക്കാരൻ്റെ ചെവിയിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ ഓതി കൊടുക്കുന്നത് ഇവള് തന്നെയാണ്. ഇവളുണ്ട്, ഇവളുടെ ഒരു അമ്മൂമ്മയുടെ സോളും ഉണ്ട്. ഏത് നേരം ഇരുന്നിട്ട് പറയുന്നത് സോള്. ഇവക്ക് ഇതല്ലാതെ വേറൊന്നും പറയാനില്ല. ഇവള് പറയുന്നതിനെതിരെ, അതായത് ഇവള് പറയുന്ന കാര്യങ്ങൾക്ക് അവളുടെ കമന്റ് ബോക്സിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ റൂഹി മഹാറാണി പറയുന്നതെല്ലാം ശരിയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും ഉണ്ടാവാം, ആർക്കും ഉണ്ടാവാം. അതിനൊന്നും പ്രത്യേകിച്ച് സമയമോ കാലമോ പരിധിയോ ഒന്നുമില്ല. എപ്പോൾ വേണേലും ആർക്കും സംഭവിക്കാം. എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ ചികിത്സിക്കുക എന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് ചുമ്മാ വന്നിരുന്ന് ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതവും കൂടി കുളം തോണ്ടുന്ന കണക്ക് ആവശ്യമില്ല. ഇവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും ഇവരുടെ മേക്കപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നയൻതാരയുടെ പോലെ ഒരുങ്ങും.
അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അവരുടെ ഇഷ്ടം തന്നെയാണ്. എന്നാൽ പോലും പറയാതിരിക്കാൻ നിർത്തിയില്ല. നയൻതാരയെ പോലെ ഒരുങ്ങിയിട്ട് വന്നിട്ട് ഇവരെന്ത് ചെയ്യും, ഭയങ്കര ഇങ്ങനെ കണ്ണൊന്നും ഇങ്ങനെ ചലിപ്പിക്കില്ല, ഇങ്ങനെയൊക്കെ വെച്ചാണ് സംസാരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ കാണുന്നവർ വിചാരിക്കും ഇവർക്ക് എന്തോ ഇവരുടെ കണ്ണിൽ എന്തോ ആത്മാവ് കയറിയിരിക്കുന്നത് തോന്നുന്നു. ഇങ്ങനെ ഒന്ന് സംസാരിച്ചിട്ട് ഇവരുടെ വോയിസ് ചേഞ്ച് ചെയ്ത് ഒരു മുഴക്കം പോലെ ആക്കി വെച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. അതായത് നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു എഡിറ്റൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആപ്പുകളുണ്ടല്ലോ, നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്പുകളുണ്ടല്ലോ. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ശബ്ദം വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവരുടെ വോയിസ് ഒക്കെ ഒരു മുഴക്കം പോലെയൊക്കെ കൊടുത്തിട്ട് ഇവരിരുന്നുകൊണ്ട് ഓരോരോ തേങ്ങകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതും കേട്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ചധികം ആളുകൾ. ശരിക്കും ഇവർ പറയുന്നത്, ഇവർ ആത്മാവിനെ കാണുന്നുണ്ടാവും, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. ചില ആളുകൾക്ക് അങ്ങനെയുള്ള കഴിവുകളുണ്ട്. വരും വരായികകൾ ഒരു പക്ഷേ മുൻകൂട്ടി പറയാൻ സാധിക്കുന്നുണ്ടായിരിക്കാം, അത് നമ്മളില്ലാന്ന് പറയുന്നില്ല. പക്ഷേ ഒരു ആത്മാവ് ദേ വന്നിട്ട് കേസ് അന്വേഷിക്കാനായിട്ടൊക്കെ ഇറങ്ങി തിരിച്ച് നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വെറും വിട്ടിത്തരമാണ്. ആ ഒരു വിട്ടിത്തരം നീ നിന്റെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കൂ. വെറുതെ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവന്ന് ഇട്ടിട്ട് അവരെ നിരന്തരം രേണുസുതിക്ക് അറിയാവുന്ന കാര്യം രേണുസുതി തുറന്നു പറഞ്ഞില്ലെങ്കിൽ രേണുസുതിക്ക് അത് സംഭവിക്കും, ഇത് സംഭവിക്കും. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ ചികിത്സിക്കുക. അതല്ലാതെ മറ്റു ഒന്നും പറയാനായിട്ടില്ല ഈ ഒരു വിഷയത്തിൽ. ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫാദർ ഈ പറയുന്ന റൂഹി ജാൻ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ പേരിലും കംപ്ലൈന്റ് കൊടുക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഈ കാനഡയിൽ നിന്നോ ഏതോ തേങ്ങയിൽ പോയിരിക്കുകയാണ്, ഇവൾ ആ പാതാളത്തിൽ നിന്ന് എന്തെങ്കിലും എയർപോർട്ടിൽ വരുമ്പം ഇവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. ഇവളെ ഭ്രാന്ത് അതോടുകൂടി മാറും. ഇനി സോളൊക്കെ ഉണ്ടെങ്കിൽ ജയിലിൽ അവളെ കൂടെ തന്നെ ആ സോൾ അവിടെ കിടന്നോളും. പിന്നെ ഷെഫീന ബീവിയെയും അതുപോലെ മറ്റു പലരെയും വിളിച്ചിട്ട് ഈ പറയുന്ന റിഫയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെയൊക്കെ ക്ലൂ ഒക്കെ കൊടുക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ഇവൾക്ക് പിന്നീട് നേരിട്ട് തന്നെ ക്ലൂ കൊടുക്കാൻ പറ്റും. പോലീസിന് ഡയറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അറിയാവുന്ന രഹസ്യങ്ങളൊക്കെ. മറ്റുള്ളവരെ പിടിച്ചതിൽ വലിച്ചിടേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നാണ് പറയാനായിട്ടുള്ളത്. പിന്നീട് അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവരൊക്കെ പറയുന്നത് കേട്ട്, ഇതുപോലെയുള്ള സാധനങ്ങൾ പറയുന്നത് കേട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. വെറുതെ ആവശ്യമില്ലാത്ത വിഷയത്തിൽ തലയിടാതിരിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ തെളിവ് അവിടെ വച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അതല്ലാണ്ട് ഏതോ ഒരു പൊട്ടത്തി എവിടെയോ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് പോവാതിരിക്കുക എന്നാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി ഈ പറയുന്ന സന്ദീപിന്റെ സ്റ്റോറിയിലുള്ള കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ, സന്ദീപിന്റെ കൈവശം എന്തെങ്കിലുമൊക്കെ തെളിവുകളും ഉണ്ടെങ്കിൽ സന്ദീപ് അത് കോടതിയിൽ കൊടുക്കുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ഒക്കെ ആയിട്ട് പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ സോഷ്യൽ എങ്ങനെയെന്ന് വെച്ചാൽ അത് വേണ്ട രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുക. അത്രയേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ നാളെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നാളെയായിരിക്കും സന്ദീപിനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും